ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് 20ാമത്തെ നോമ്പാണ്. ഇന്ന് എന്റെ വീട്ടിലെ ചെറിയൊരു നോമ്പുതുറ വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, അങ്ങനെ ഞാനിവിടെ കിച്ചണിൽ വന്നപ്പോ ഇവിടെ താക്കണ് ചിക്കന്റെ കറിയാണ് കേട്ടോ ഈ കാണുന്നത്. ചിക്കന്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഇതാക്കണ് പെങ്ങളിങ്ങനെ പത്തിരി അമർത്തലൊക്കെ കഴിഞ്ഞാണ്ട് ഇതാക്കണ് പത്തിരി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ഏകദേശം കയ്യാറൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഇതാക്കണ് ഉമ്മതാ എണ്ണക്കടികളൊക്കെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ചട്ടിയിലിട്ട് കണ്ട് ഇതാ പൊരിച്ചുകൊണ്ടിരിക്കാണ്. ഈ പൊരിക്കുന്നത് പൊക്കവടയാണ് കേട്ടോ. ഈ പൊക്കവടക്ക് എന്റെ വായിൽ പെട്ടെന്ന് കിട്ടുക കൊക്കവട എന്നാട്ടോ. പറഞ്ഞ് ശീലായിട്ടാ എന്താ അറിയില്ല, ഞാൻ പറയല് കൊക്കവട എന്നാട്ടോ. എന്താ അറിയില്ല, ഇതിന്റെ പേര് പൊക്കവടയാണെങ്കിലും എന്റെ വായിൽ കിട്ടുക കൊക്കവടയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ് എണ്ണക്കടി ഇതാ ഓരോന്ന് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. സമൂസയാണ് ഇപ്പൊ പൊരിക്കുന്നത്. പൊക്കവട പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാക്കണ് സമൂസ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പത്തിരി ചുടാനുണ്ട്. ഒരു പാട്ടടിക്ക. ഗായ്സ്, അപ്പൊ ഞാനൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മൾ ഇതാക്കണ വീടിന്റെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളിലാണെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ആശ്വാസമായത് കേട്ടോ. എന്താ തണുപ്പ് അറിയോ പുറത്ത്. ഉള്ളില് നല്ല ചൂടാണ്. മാർച്ച് മാസം തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ ചൂട്. അപ്പൊ ഇനി 2 മാസം എങ്ങനെയൊക്കെ അവസ്ഥ. നല്ല ചൂടല്ലേക്കാരം. ഇപ്പൊ തന്നെ ചൂട് സഹിക്കാൻ വയ്യ. അപ്പൊ ഇനി 2 മാസം എങ്ങനെ സഹിക്കല്ലേ. അപ്പോ നമ്മളൊന്ന് പുറത്ത് പോയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഈ മാറ്റിയിട്ടൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ഇതാക്കണ് പുറത്തു പോയൊക്കെ ഇപ്പൊ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ ബാങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്കൊക്കെ കയറിയാണ്ട് ഇപ്പൊ ഇതാക്കണ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഇതാക്കണ് എണ്ണക്കടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എണ്ണക്കടിയായ സമൂസയും അതുപോലെ പൊക്കവടയൊക്കെ ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇതാക്കണ് ഫ്രൂട്ട്സ് ആയ ആപ്പിളും ഓറഞ്ചും തണ്ണിമത്തനൊക്കെ ഇതാക്കണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇതാക്കണ് ഞാൻ ഓരോന്ന് ടേബിൾമ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കാണ്. അതുപോലെ തന്നെ ഉമ്മ ഇതാക്കണ് ഇവിടെ ഇങ്ങനെ പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കാണ് കേട്ടോ. ഏകദേശം കയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഇതാക്കണ് ചിക്കനും പൊരിക്കുന്നുണ്ട് കേട്ടോ. ചിക്കന് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കാണ്. ചിക്കൻ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ പൊരിക്കുന്നത്. ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാക്കണ് ഇവിടെ ചിക്കൻ അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത് കേട്ടോ, നമ്മള് ഫ്രിഡ്ജില് ജ്യൂസുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതാക്കണ് ജ്യൂസൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മധുരമൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ നമ്മൾ മധുരമൊക്കെ ഇട്ടുകാണ്ട് ഇവിടെ സെറ്റ് ആക്കിയാണ്ട് ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ ടേബിൾമ കൊണ്ടുപോയി വെക്കാണ് കേട്ടോ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ടേബിൾമ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കാണ്. നമ്മൾ കാരക്ക വെച്ചിട്ടുണ്ട്. അതുപോലെ എണ്ണക്കടിയും ഫ്രൂട്ട്സൊക്കെ ഇവിടെ ടേബിളുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കിച്ചണിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ കിച്ചണിനാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. കാരണം എനിക്ക് കിച്ചണിൽ ഇരുന്ന് ശീലമായി പോയി. അങ്ങനെ ഞാൻ ഇതാക്കണ് ഇപ്പോൾ കിച്ചണിന് ഇതാക്കണ് നമ്മളെല്ലാം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജ്യൂസാണ് കേട്ടോ. അതുപോലെ തന്നെ ഉമ്മ ഇതാക്കണ് ഇങ്ങനെ ഇവിടെ പത്തിരിയൊക്കെ ഏകദേശം കുറച്ചും കൂടെ ചുടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ നൂൽപുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിനി ആ ഭാഗത്തേക്ക് നോക്കണ്ട. പിന്നെ ഞാൻ ഇതാക്കണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണെങ്കിൽ കുറച്ച് ദൂരയിലാണ് പള്ളി, ദൂരത്താണ് പള്ളി ഉള്ളത്. അപ്പൊ ബാങ്കൊക്കെ പതുക്കി കേൾക്കുള്ളൂ കേട്ടോ. അങ്ങനെ പള്ളിയിൽ നിന്ന് ബാങ്കൊക്കെ വിളിച്ച് ഇപ്പൊ ഇതാക്കണ് നമ്മളിങ്ങനെ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കാരക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതാക്കണ് ഇപ്പോ സമൂസ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ സമൂസ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സമൂസയിൽ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആ സാധനങ്ങളൊന്നും വീട്ടുകാർക്ക് ചിലവർക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണ് നമ്മൾ സമൂസ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതാക്കണ് ഇപ്പോൾ ഒരു പൊക്കവട എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊക്കവട നമ്മൾ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പൊക്കവട എടുത്ത് കഴിക്കൽ കഴിഞ്ഞു. ഇപ്പൊ ഇതാക്കണ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ് തണ്ണിമത്തന്റെ ജ്യൂസാണ് ആദ്യം തന്നെ കുടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഫ്രൂട്ട്സ് മാംഗോന്റെ ജ്യൂസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് കരുതി. ഇപ്പൊ ഇതാക്കണ്
തണ്ണിമത്തന്റെ ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തണ്ണിമത്തന്റെ ജ്യൂസിൽ നമ്മൾ മധുരം കുറച്ച് കണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും മധുരം കൂടുതൽ പറ്റിക്കൊള്ളണമെന്ന് ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അതാക്കണ് നമ്മൾ ടേബിൾ ക്ലീൻ ആക്കാൻ പോവാണ് കേട്ടോ. ഹാളത്തെ ടേബിൾ ഒന്ന് ക്ലീൻ ആക്കണം നമുക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ മാറ്റാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതാക്കണ ഓരോന്നിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മൾ മാറ്റിക്കാണ്ട് ഇതാക്കണ് ഇപ്പൊ കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. അങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ആക്കൽ കഴിഞ്ഞ് പിന്നീട് ഞാൻ ഉളുവൊക്കെ ഉണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടിക്കാണ്ട് ഇപ്പതാ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ബെഡ്റൂമിലേക്ക്. അങ്ങനെ ഇവിടെ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ചു നേരം ബെഡ്റൂമിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണത്. കാരണം വയറൊക്കെ അത്യാവശ്യം ഫുള്ളായിക്കാരല്ലോ. കാരണം എന്താ വെച്ചാൽ ഒരു വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വയറൊക്കെ ഫുള്ളാവുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാക്കണ് ഇവിടെ കിച്ചണിൽ വന്നിട്ടുണ്ട്. കിച്ചണിൽ വന്നപ്പോൾ ഇവിടെ ഇതാക്കണ് ചിക്കൻ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കണ്. അതുപോലെ ഇതാ ബീഫിന്റെ കറിയാണ് കേട്ടോ. ബീഫിന്റെ കറി ഇതാക്കണ ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കുറച്ചും കൂടി പൊരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ബാക്കി വന്നപ്പോൾ അത് ഇപ്പൊ ഇതാക്കണ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചിക്കന്റെ കറി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇവിടെ സെറ്റാണ്. അതുകൊണ്ട് അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം റെഡി ആയപ്പോൾ ഇതാക്കണ് ടേബിളുമ്പോൾ ഇതാക്കണ് ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ബീഫിന്റെ കറിയാണ്. അപ്പൊ ബീഫിന്റെ കറിയല്ല, ക്ഷമിക്കണം, ബീഫാണ് കേട്ടോ. ബീഫ് ഫ്രൈ ആണ്. അപ്പൊ ഇതാക്കണ് ബീഫ് ഫ്രൈ വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ പൊരിച്ചത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കന്റെ കറിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇത് ബീഫാണ് കേട്ടോ. അതുപോലെ ഈ കാണുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ നൂൽപൂട്ടും അതുപോലെ ചിക്കൻ പൊരിച്ചതും പത്തിരിയൊക്കെ നമ്മൾ ഇതാക്കണ ടേബിളുമ്പോൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിരുന്നാരോടൊക്കെ ഇരിക്കാൻ പറഞ്ഞാണ്ട് നമ്മൾ ഇതാക്കണ ഇപ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ വന്നുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഇതാക്കണ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാക്കണ നൂൽപുട്ടുണ്ട്, അതുപോലെ പത്തിരി ഉണ്ട്, പിന്നെ ചിക്കൻ കറിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ പൊരിച്ചത് തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ ഒഴിവാക്കി വിട്ടതാട്ടോ, മറന്നുപോയതാണ്. ഇവിടെ ഇങ്ങനെ എടുക്കണമെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി നോമ്പ് തുറക്കാൻ ക്ഷമിക്കണം, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിതാക്കണ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞോണ്ട് പിന്നെ നമുക്ക് പതുക്കെ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.